ഉണ്ണിയേട്ടനും പിള്ളേരും തകർത്തഭിനയിച്ച IMDb-യിലൊക്കെ റേറ്റിംഗ് വാരിക്കൂട്ടിയ ഒരു കിടിലൻ അഡ്വഞ്ചർ സർവൈവൽ ത്രില്ലർ സിനിമയാണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. തോന്നിയത് പറയുന്നതിനൊരു അതിരില്ലടാ. ഇവൻ ഇമ്രാൻ, നല്ല ഒന്നാം തരം ഫോട്ടോഗ്രാഫർ. ഇവൻ എന്തിനാണ് ഇങ്ങനെ ഓടുന്നത്? അത് നമുക്ക് വഴിയെ മനസ്സിലാവും. അല്ല, വഴിയെ മനസ്സിലാവുന്നാണെങ്കിൽ ഇവൻ എന്തിനാ എങ്ങനെ ഓടുന്നത് എന്നൊക്കെ ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. ഈ ബൈക്കിൽ കറങ്ങി പട്ടിഷോ കാണിക്കണ ഇയാളിനി ആരാന്നാവോ? ആൽബി, ഒരു അഡ്വഞ്ചർ ഫ്രീക്ക്. എന്ത് അഡ്വഞ്ചർ ഫ്രീക്ക് അല്ലേ? ഒരു അഡ്വഞ്ചർ ഫ്രീക്ക്. കൊള്ളാം, ബാക്കി പറ. ഇവൾ പേളി. അല്ല, എല്ലാ കാര്യവും ഇയാള് വന്ന് പറഞ്ഞു തരാനാണെങ്കിൽ പിന്നെ ഞാൻ എന്തിനത് കാണുന്നു? ഇവൾ പേളി, ആൾക്കൂട്ടത്തിൽ അലിഞ്ഞു പോകാത്തവൾ. നല്ല ഒന്നാം തരം ഫോട്ടോഗ്രാഫർ, ഒരു അഡ്വഞ്ചർ ഫ്രീക്ക്, ആൾക്കൂട്ടത്തിൽ അലിഞ്ഞു പോകാത്തവൾ. അതുകൊണ്ട് ഇപ്പൊ എന്താ? അങ്ങനെ ഈ ആൾക്കൂട്ടത്തിൽ അലിഞ്ഞു പോകാത്തവളും അഡ്വഞ്ചർ ഫ്രീക്കും നല്ല ഒന്നാം തരം ഫോട്ടോഗ്രാഫറും കൂടി ഏതോ ഒരു കാട്ടിന്റെ ഉള്ളിലേക്ക് ട്രിപ്പ് പോവാനായിട്ട് പ്ലാൻ ഇടും. പിള്ളയാർ തേടി വനം. 9 മലനിരകൾ ഇരു സംസ്ഥാനങ്ങളിലായി നിരന്നു കിടക്കുന്നു. അതിൽ 5ാമത്തെ മലയായ സാത്താംകുന്നിൽ പണ്ട് ബ്രിട്ടീഷുകാർ പണി കഴിച്ചൊരു കോട്ടയുണ്ട്. സഫാരി ചാനൽ വെച്ച പോലെ ഉണ്ട്. നാമക്കല്ലിലെ കർമ്മയൂർ എന്ന സ്ഥലത്ത് നിന്ന് 5ാമത്തെ മലയായ നീ ഒന്നും പണയണ്ട. സാത്താംകുന്നിലേക്ക് പോയ ഒരാൾ പോലും ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. കാരണം എന്താണെന്നറിയോ? ഈ പ്രാന്ത് കാണാൻ വേണ്ടി ആരും അവിടേക്ക് പോയിട്ടില്ല. അതുകൊണ്ടാണ് ആരും കൂടി തിരിച്ചു വരാത്തത്. അപ്പൊ നിനക്ക് ബുദ്ധിയുണ്ട്. അങ്ങനെ ഇവര് 3 പേരും കൂടി സാത്താൻ കുന്നിലേക്ക് പോവുകയാണ്. സന്തോഷമായി. അപ്പൊ ഒരു പാട്ട്, കാർമേഘം മഴ. ഇതെന്താടാ, കാലാവസ്ഥാ പ്രവചനോ? ഇതൊക്കെ ഒരു പാട്ട്. ഇവര് പോണ വഴിക്ക് നല്ല ഒന്നാം തരം 3D മാനുകളൊക്കെ കാണിക്കും. അല്ല, ഇയാൾ ആരാന്നാ പറഞ്ഞ? നല്ല ഒന്നാം തരം ഫോട്ടോഗ്രാഫർ. യാതൊരു ഫോക്കസും ഇല്ലാതെ ഫ്ലാഷ് ലൈറ്റ് പിടിക്കണ പോലെ ക്യാമറ പിടിച്ചാണ് ഇയാൾ വീഡിയോ എടുക്കുന്നത്. ഒരു വീഡിയോ ക്യാമറ എടുത്ത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പിടിച്ച നല്ല ഒന്നാം തരം ഫോട്ടോഗ്രാഫർ ആവോ? നല്ല ഒന്നാം തരം ഫോട്ടോഗ്രാഫർ. അങ്ങനെ ഒരു കാടിന്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുമ്പോഴാണ് ഇതുപോലുള്ള എല്ലാ സിനിമയിലും കാണിക്കുന്ന അങ്ങോട്ട് പോകരുത്, അവിടെ അങ്ങനെയാണ്, അത് നീലിയുടെ താവളമാണ്, ഡ്രാക്കുള ഇടയ്ക്ക് അവിടെ വന്ന് സിഗരറ്റ് വലിക്കാറുണ്ട് എന്നൊക്കെ പറയുന്ന സ്ഥിരം ക്ലീഷ അപ്പൂപ്പനെ കാണിക്കുന്നത്. പഠിപ്പിച്ചു കൊടുത്ത ഡയലോഗ് ഒന്നും ചോദിക്കാതെ പോകുന്ന അപ്പൂപ്പനെ എല്ലാരും കൂടെ നോക്കി നിൽക്കും. ആ, എന്താ ചോദിക്കാത്തേന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പാപ്പന്റെ പ്രായം ഉണ്ടായിപ്പോയി, ഇല്ലെങ്കിൽ തന്നെ കാലേ വരി തറ അടിച്ചേനെ. അങ്ങനെ അപ്പൂപ്പൻ പറഞ്ഞ ഡയലോഗ് കേട്ട് പേടിക്കാത്ത ഇവരെല്ലാവരും കൂടി അവിടത്തെ ഫോറസ്റ്റ് ഓഫീസിൽ പോയി അവിടെയുള്ള ആൾക്ക് കൈക്കൂലി കൊടുത്ത് സാത്താൻ കുന്നിന്റെ മാപ്പ് ഒപ്പിക്കും. இந்த நியூ ஜெனரேஷன் பசங்களே அடக்கவே முடியாது. இந்த மேப் வச்சுக்கோ, உங்களுக்கு துணையா நான் ஒருத்தரை அனுப்புறேன். സിറിപ്പ് ഒരു ഊമയാണ്. അങ്ങനെ സിറിപ്പിനെയും കൂട്ടി നമ്മളെ സിറിപ്പിക്കാൻ വേണ്ടി കല്ലും മുള്ളും താണ്ടി ഇവര് നേരെ സാത്താൻകുന്നിലേക്ക് പോവുകയാണ്. കോമഡി എന്താന്ന് വെച്ചാ, ഇവര് ഈ കാട്ടിലേക്ക് പോണ കറക്റ്റ് സമയത്ത് തന്നെ ആ കാട്ടിലുള്ള എല്ലാ ജന്തുക്കളും ഒരുമിച്ച് തീറ്റ തേടി പുറത്തിറങ്ങുകയാണ്. അപ്പോഴല്ലേ അതിനൊക്കെ കാണിക്കാൻ പറ്റുള്ളൂ. ഡിസ്കവറി ചാനലിൽ നിന്ന് കട്ട കുറെ വിഷ്വൽസ് തിരികെ കയറ്റിയ ഇത് കൊടൂരമായ കാടാണെന്ന് നമ്മൾ വിശ്വസിക്കണം. അങ്ങനെ കാടും കുന്നും താണ്ടി യാത്ര തുടരുകയാണ്. ഇടയ്ക്ക് വെച്ച് നമ്മുടെ ഒന്നാം തരം ഫോട്ടോഗ്രാഫർ തന്റെ കയ്യിലെ ക്യാമറ എടുത്ത് ആകാശത്തു കൂടെ പറന്നു പോകുന്ന കൊറ്റികളെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നു. കൊറ്റിയെ വീഡിയോ എടുക്കാൻ വേണ്ടി ഇത്ര ദൂരം വരേണ്ട ആവശ്യമില്ലല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു. യാത്രക്കിടയിൽ 3D മാനുകളെ കാണാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഒന്നുകൂടി ലഭിച്ചു. അവയെ കൂടാതെ 3D ഉടുമ്പിനെയും ഞങ്ങൾ കണ്ടു. പാറക്കെട്ടിലെ വെള്ളച്ചാട്ടം മറികടക്കാൻ ഞങ്ങൾ ബലമുള്ള കയറ് കെട്ടി വരി വരിയായി താഴെയിറങ്ങി. എന്നാൽ കൂടെ വന്ന സിരിപ്പ് അയാളാകട്ടെ വണ്ടർലയിലെ വണ്ടർഫുൾ റൈഡിലെ പോലെ വണ്ടറടിച്ചു നിൽക്കുന്ന ഞങ്ങളെ നോക്കി മൂടുകൊണ്ട് നിരങ്ങി എളുപ്പം താഴെയെത്തി. ചെരുപ്പൊക്കെ കാലിലുണ്ട് ചേച്ചിയെ. പാറക്കെട്ടിലൂടെ ഒഴുകുന്ന മൂത്രം കലരാത്ത ശുദ്ധജലം സിപ്പപ്പ് പോലെ സിപ്പ് ചെയ്തു. നല്ല ടേസ്റ്റ് ഉണ്ട്. തുടർന്ന് വീണ്ടും മുന്നോട്ട്. ഇടയ്ക്ക് വെച്ച് ബാഗിലാക്കി കൊണ്ടുവന്ന പഴങ്ങൾ ഓരോന്നായി സിറിപ്പിനെ കാഴ്ചക്കാരനാക്കി 3 പേരും അകത്താക്കി. ഇടയ്ക്ക് പറ്റിയ സ്ഥലം നോക്കി ടെന്റ് കെട്ടാൻ നിന്ന അഡ്വഞ്ചർ ഫ്രീക്കിനെ ആന വരുന്ന സ്ഥലമാണിതെന്ന് പറഞ്ഞ് സിരിപ്പ് തടഞ്ഞു. പിന്നെ എവിടെയാ ആനയില്ലാത്ത സ്ഥലം? ചെവി കേൾക്കുന്ന സിരിപ്പിനോട് എന്തിനാണ് ഇയാള് കഥകളി കാട്ടുന്നതെന്ന് എനിക്ക് ഇനിയും മനസ്സിലായിട്ടില്ല. നീ ഇവങ്ങ കൂടെ പോ,
അങ്ങനെ 3ാമത് മല വരയ്ക്കും പോയി ഭദ്രമാ തിരുമ്പി കൊണ്ടുവന്നിടണം. പിന്നെ എവിടെയാ ആനില്ലാത്ത സ്ഥലം? നേരം ഇരുട്ടിയ നേരത്ത് ഞങ്ങൾ ടെന്റ് കെട്ടാൻ നോക്കുമ്പോഴാണ് അഡ്വഞ്ചർ ഫ്രീക്ക് ആ ശബ്ദം കേട്ടത്. ഏതോ വന്യമൃഗമാണെന്ന് കരുതി പേടിച്ച് മൂത്രം പോയ അഡ്വഞ്ചർ ഫ്രീക്ക് അതൊരു മനുഷ്യൻ കൂർക്കം വലിച്ചതാണെന്ന് പിന്നെയാണ് മനസ്സിലാക്കുന്നത്. മിണ്ടല്ലേ? എന്താണ്? തൂങ്ങിയിരിക്കുമ്പോ കല്ല തൂക്കി വീശറേ. ആ മനുഷ്യന്റെ പേര് കാർത്തിക് എന്നായിരുന്നു. അയാളും ഞങ്ങളെപ്പോലെ ഒരു പ്രാന്തനായിരുന്നു. അറിവുകെട്ടമുണ്ടോ? ലൂസാ നീ? ഉനക്കറിവില്ലേ? തൂങ്ങരുത് തരില്ല. ഇയാൾ ഒരു തമിഴനാണെന്ന് വിശ്വസിക്കാൻ മാത്രം ഈ പടം കാണുന്നവർ പൊട്ടന്മാരായിരുന്നില്ല. തൂങ്ങരുത് തരില്ല. രാത്രിയിലെ ഉറക്കം കഴിഞ്ഞ് കാർത്തിക്കിനെയും കൂട്ടി പിന്നെയും സാത്താൻമല തേടി യാത്ര തുടർന്നു. ഇടയ്ക്ക് വെച്ച് 1ാം തരം ഫോട്ടോഗ്രാഫർ വീണ്ടും ക്യാമറയെടുത്ത് മലകൾ ഷൂട്ട് ചെയ്തു. ഈ മല കൊറ്റി ഇതൊക്കെ ഷൂട്ട് ചെയ്യാൻ ഇയാളുടെ ആവശ്യമുണ്ടോ എന്ന് എനിക്ക് സംശയം തോന്നി. ഇടയ്ക്ക് വെച്ച് സിരിപ്പ് ഞങ്ങൾക്ക് വേണ്ടി ഒരു മുയലിനെ പിടിച്ചു തന്നു. ഞങ്ങൾ ഒറ്റയ്ക്കിരുന്ന് തിന്നുന്നവരാണെങ്കിലും സിരിപ്പ് മുയലിനെ ഞങ്ങൾക്കും കഴിക്കാനായി തന്നു. പൊട്ടൻ. യാതൊരു ഉളുപ്പും കൂടാതെ തന്നെ ഞങ്ങൾ അതിരുന്ന് വെട്ടിവിഴുങ്ങി. ഞങ്ങളുടെ കയ്യിലുള്ള വോഡ്ക കണ്ട സിരിപ്പ് തേനിന്റെ കൂടെ വോഡ്ക ചേർത്ത് ഞങ്ങൾക്ക് നേരെ നീട്ടി. എന്ത് വിഷമാണിവൻ കലക്കി തന്നതെന്ന് നോക്കാതെ ആർത്തികൊണ്ട് ആ സാധനം ഒറ്റയടിക്ക് വലിച്ചു കയറ്റി. ഒറ്റ സിപ്പിൽ തന്നെ കഠിനകഠോരമായ എന്തോ ഒന്ന് ഞങ്ങളുടെ വയറിലൂടെ ഉരുണ്ടു നീങ്ങി. അപ്പോഴാണ് അടുത്തിരുന്ന അഡ്വഞ്ചർ ഫ്രീക്ക് അവന്റെ സെക്കൻഡ് ഹാൻഡ് ഫോണിൽ ആ തല്ലിപ്പൊളി പാട്ട് വെച്ചത്. അമേരിക്കയിലെ ഗോത്രവർഗങ്ങൾക്കിടയിലെ സ്ഥിരം ഗാനമാണിതെന്ന് സിരിപ്പ് അവകാശപ്പെട്ടു. സിരിപ്പ് കലക്കി തന്നത് ഏത് ചാത്തൻ സാധനമാണെങ്കിലും അത് ഞങ്ങളുടെ കൂടെ വന്ന പെണ്ണിനെ മുഴുവനായും ഒരു പ്രാന്തിയാക്കി മാറ്റി. ഇവളുടെ ഡാൻസ് സഹിക്കാൻ പറ്റാതെ പന്നിയും കടുവയും അപ്പുറത്തെ കാട്ടിലേക്ക് ഓടി രക്ഷപ്പെട്ടു. രാവിലെ ആയപ്പോൾ സിറിപ്പ് ഞങ്ങളെ അസ്ഥികൂടങ്ങൾ നിരത്തിവെച്ച ഒരു മരത്തിനടിയിൽ എത്തിച്ചു. സിറിപ്പിന് യാത്ര പറയാൻ സമയമായി. തുടർന്നുള്ള ഞങ്ങളുടെ യാത്ര ഒറ്റയ്ക്കായിരിക്കുമെന്ന് എനിക്ക് മനസ്സിലായി. ഇതിനിടയ്ക്ക് വെറുതെ ഇരിക്കുന്ന അസ്ഥികൂടത്തിനോട് ഫക്ക് യു എന്ന് പറഞ്ഞ് 1ാം തരം ക്യാമറാമാൻ മാസ് കാണിച്ചത് ഞാൻ കണ്ടു. അല്ലെങ്കിലും ജീവനുള്ളവരോട് അത് പറയാനുള്ള ധൈര്യം അവനില്ലെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. കാട്ടിനുള്ളിലെ കുളത്തിൽ ഒന്ന് കുളിച്ചു കയറാൻ തന്നെ ഞങ്ങൾ തീരുമാനിച്ചു. എന്നാൽ അതേസമയം ഞങ്ങളെ കടിച്ചു കീറാൻ ഒരു മുതലയും തീരുമാനിച്ചിരുന്നു. ആൾക്കൂട്ടത്തിനിടയിൽ അലിഞ്ഞു പോകാത്തവളെ കടിക്കാനായി മുതല പാഞ്ഞു വന്നു. പക്ഷേ മുതല മൂഞ്ചിപ്പോവുകയായിരുന്നു. ക്യാമറ വെച്ച് ആവശ്യമില്ലാത്തതൊക്കെ ഷൂട്ട് ചെയ്യുന്ന ഇവൻ ഈ പെണ്ണിന്റെ കുളിസീൻ ഷൂട്ട് ചെയ്യാനും മറന്നില്ല. കാടിനുള്ളിൽ കളിച്ചു നടന്നപ്പോഴാണ് കൂടെ വന്ന കാർത്തിക് ചത്തുമലന്ന് കിടക്കുന്നത് ഞങ്ങൾ ശ്രദ്ധിച്ചത്. ഇത്ര ദൂരത്ത് കിടക്കുന്ന കാർത്തിക്കിനെ വെറും നഗ്ന നേത്രങ്ങൾ കൊണ്ട് അവിടെ നിന്ന് ഇവർ എങ്ങനെ കണ്ടു എന്ന് എനിക്ക് ഇപ്പോഴും സംശയമാണ്. അന്ന് രാത്രി 1ാം തരം ക്യാമറാമാൻ പേടി സ്വപ്നം കണ്ട് നിലവിളിച്ചു. ഒരു പേടി സ്വപ്നം കണ്ട് ഇവന്റെ സ്വന്തം കൈ സ്വന്തം കഴുത്തിൽ പിടിച്ച് ചാവാൻ നോക്കുകയാണ്. പിറ്റേന്ന് രാവിലെ പോകുന്നതിനിടയ്ക്ക് ഒരു പാമ്പ് അഡ്വഞ്ചർ ഫ്രീക്കിനെ കുത്താൻ നോക്കി. പാവം, പാമ്പ് ചമ്മിപ്പോയി. ദൂരെ ഒരു മരത്തിനു മുകളിൽ പുലിമുരുകനെ പേടിച്ച് ഒരു പുലി ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. ഒടുവിൽ ഞങ്ങൾ ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനം ക്യാമറ വെച്ച് കണ്ടെത്തി. അങ്ങോട്ടേക്ക് പോകുന്നതിന് മുൻപ് ഒരു കൊടുങ്കാറ്റ് ഞങ്ങൾക്ക് നേരെ വീശി. ഞങ്ങൾ എല്ലാവരും പറക്കാൻ തുടങ്ങി. സാത്താൻ കുന്നിലെത്തി ഞങ്ങൾ വിവിധ തരം പോസുകൾ കാണിച്ച് ഫോട്ടോ എടുത്തു. അന്ന് രാത്രി അവിടെ തന്നെ തങ്ങി. പാലാ സജിസാറിന്റെ പാട്ടിന് ഞങ്ങൾ അന്ന് രാത്രി ഒരുമിച്ച് ചുവടുവെച്ചു. പാലാപ്പള്ളി തിരുപ്പള്ളി പുകളെഴും ഡക്കുളി നാളാണേ, പാലാപ്പള്ളി തിരുപ്പള്ളി പുകളെഴും ഡക്കുളി നാളാണേ, ആവോ ദാമാരോ നാളോട് കൂടണല്ലോ, ആവോ ദാമാരോ നാളെ ചുട്ടണല്ലോ. അപ്പോഴാണ് ഞങ്ങളുടെ ബാഗ് കത്തിപ്പിടിക്കുന്നതും കീറിയ ബർമൂടയിട്ട ഏതൊക്കെയോ ആളുകൾ വന്ന് ഞങ്ങളെ ചവിട്ടിക്കൂട്ടുന്നതും. പ്രത്യേക ഇനം നാളികേരത്തിന്റെ ചകിരി കൊണ്ട് അവർ തങ്ങളുടെ മുടി കെട്ടിവെച്ചിരുന്നു. കഴുത്തിൽ കണ്ണാപ്പിമാലകളും ഉണ്ടായിരുന്നു. അവിടെ നിന്ന് രക്ഷപ്പെട്ട ഞങ്ങൾ ഭക്ഷണവും വെള്ളവുമില്ലാതെ ഒരുപാട് അലഞ്ഞു. ദാഹം സഹിക്കാനാവാതെ 1ാം തരം ക്യാമറാമാൻ അവന്റെ വിരലിലെ ചോര തന്നെ ഉറിഞ്ചി കുടിച്ചുകൊണ്ടിരുന്നു. തലയ്ക്കകത്ത് പിണ്ണാക്കുമായി നടക്കുന്ന ഇവനെ കൂട്ടിയാണല്ലോ ഞാൻ ഇത്ര ദൂരം വന്നതെന്ന കുറ്റബോധം എനിക്കുണ്ടായി.
മനുഷ്യന്റെ തൊണ്ട അണങ്ങിട്ട് 2 ദിവസമായി. അതിനിടയ്ക്കാണ് ആൾക്കൂട്ടത്തിൽ അലിഞ്ഞു പോകാത്തവൾ കൊക്കയിലേക്ക് വഴുതിയത്. അഡ്വഞ്ചർ ഫ്രീക്ക് അവളെ രക്ഷിക്കാൻ നോക്കിയെങ്കിലും അരവിന്ദനെ പോലെ അവൾ കാറ്റിൽ പറന്നുപോയി. $1 മില്യൺ കിട്ടാനുള്ള ഒരു പ്രോജക്റ്റിന്റെ ഭാഗമായിരുന്നു ഈ ട്രിപ്പ് എന്ന സത്യം ആൾക്കൂട്ടത്തിനിടയ്ക്ക് അലിഞ്ഞു പോകാത്തവളിൽ നിന്ന് ഒന്നാന്തരം ക്യാമറാമാൻ നേരത്തെ മനസ്സിലാക്കിയിരുന്നു. ഒന്നാന്തരം ക്യാമറാമാൻ ഒപ്പിയെടുത്ത നാറിയ വീഡിയോസുള്ള ആ ടേപ്പുമായി അവൻ മുങ്ങാൻ നോക്കുമ്പോഴാണ് അഡ്വഞ്ചർ ഫ്രീക്ക് തന്റെ തനി സ്വരൂപം പുറത്തെടുക്കുന്നത്. എന്നാ പിന്നെ നീ വിട്ടോ, പക്ഷെ ഫുട്ടേജ് അവിടെ വെച്ചേക്ക്. ഇൻസ്പെക്ടർ ഗരുഡിലെ ചെട്ടിയാരെ പോലെ ചിറി ഒരു സൈഡിലേക്കാക്കിയാൽ അയാള് ആ മൊമെന്റിൽ ഒരു വില്ലനായി മാറുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ടേപ്പ് കിട്ടാൻ വേണ്ടി ആൾക്കൂട്ടത്തിനിടയ്ക്ക് അലിഞ്ഞു പോകാത്തവളെ മണ്ണിൽ അലിയിപ്പിച്ചത് അഡ്വഞ്ചർ ഫ്രീക്കാണെന്ന് ഞാൻ മനസ്സിലാക്കി. ടേപ്പിനു വേണ്ടി അഡ്വഞ്ചർ ഫ്രീക്കും ഒന്നാന്തരം ക്യാമറാമാനും തമ്മിൽ തല്ലുകൂടാൻ തുടങ്ങി. അങ്ങനെ ഒന്നാന്തരം ക്യാമറാമാൻ മരത്തിൽ കുടുങ്ങി ചത്തു. ഇനി അവന്റെ തലയോട്ടിയും സാത്താൻ കുന്നിൽ കുങ്കുമം തൊട്ട് നിലത്ത് വെക്കാം. ഒന്നാന്തരം ക്യാമറാമാൻ ഒപ്പിയെടുത്ത ആ നാറിയ വീഡിയോസൊക്കെ ഉള്ള ആ ടേപ്പും കൊണ്ട് $1 മില്യൺ മേടിക്കാൻ പോയപ്പോഴാണ് മൊന്നെ ആ പരിപാടി കഴിഞ്ഞല്ലോ മൊന്നെ എന്ന് ചെകുത്താൻ ലാസർ വന്ന് പറയുന്നത്. I have come with the project for the Last Supper competition. Last supper. We are done with it. It's over. കയ്യിലൊരു മാപ്പും ഭക്ഷണവും ഒന്നുമില്ലാതെ ഇയാൾ എങ്ങനെയാണ് ആ കാട്ടിൽ നിന്ന് രക്ഷപ്പെട്ടത്? എനിക്കറിയില്ല. ഈ രഞ്ജിത്തേട്ടൻ എങ്ങനെയാണ് മരിച്ചത്? A few moments later. കിടിലൻ വെബ് സീരീസ് ആയ ലോസ്റ്റ് ഒക്കെ കാണുന്നത് പോലെ ആസ്വദിച്ചിരുന്ന് സന്തോഷത്തോടെ കാണാൻ പറ്റാത്ത ഒരു കൂറപ്പടമാണ് ഈ സിനിമ. ഫ്രണ്ട്സിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തവൻ. അതെനിക്ക് മനസ്സിലായി.